ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് ഞാനൊരു CS റാങ്ക്ഡാണ് ഇടാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് റെക്കോർഡ് ചെയ്തതിൻ്റെ ഇടയിൽ എൻ്റെ കൈ തട്ടി ഗൈസ് റെക്കോർഡ് പോയി ഗൈസ് ക്യാൻസലായി. അതുകൊണ്ട് ഇനി അത് കളിക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു റൂം ഇടാൻ പോവാണ്. റൂമിൽ വരുന്ന റാൻഡം പ്ലെയർ, ഒരു മീഡിയം ലെവൽ പ്ലെയർ, നൂബുകളെയല്ല, ഒരു മീഡിയം ലെവൽ വരുന്ന പ്ലെയേഴ്സിൻ്റെ ഒപ്പം നമ്മൾ 1v1 കളിക്കാൻ പോവാണ്. ഗൈസ് ഹെഡ് ഷോട്ട് ഓൺലിയാണ് ആക്കുന്നത്. അപ്പോൾ ഗൈസ് ആരോ വിളിക്കുന്നുണ്ട് റൂമിന്, പക്ഷെ നമ്മളൊന്നും പോകുന്നില്ല. എന്നിട്ട് റൂം ഇട്ടാണ് ഗൈസ് റൂം ഇട്ടിട്ടുണ്ട്. വരുന്നു, ആരും വരും നോക്കാം. ഭയങ്കര വലിയ പ്രോ ആണെങ്കിൽ ഗൈസ് ഭയങ്കര വലിയ പ്രോ, അവൻ്റെ ഒക്കെ എന്തായാലും പോകും. അങ്ങനത്തെ പ്ലേയേഴ്സ് അല്ല ഗൈസ്, ഒരു മീഡിയം ലെവൽ പ്ലേയേഴ്സിൻ്റെ ഒപ്പം നമ്മൾ കളിക്കുന്നത്. കാരണം ഞാൻ അത്ര വലിയ പ്രോ ഒന്നുമല്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവനെ വിളിച്ചു നോക്കാം. ഇവനെ വിളിക്കാം, ഇൻവൈറ്റ്. എല്ലാവരും മാക്സ് പ്ലേയേഴ്സ്. അതിൽ പ്ലെയർ വന്നിട്ടുണ്ട് ഗൈസ്. ഇവനൊന്നും വേണ്ട, അവനൊക്കെ ഇപ്പം കളി തുടങ്ങിയിട്ടുള്ളൂ. ഇവനും വേണ്ട ഗൈസ്, അവരൊക്കെ നൂബ ഗൈസ്. എന്നിട്ടിപ്പോൾ കളിച്ചു നോക്കാം, എന്തായാലും തോൽക്കും. അപ്പോൾ ഗൈസ് നമുക്ക് വെറുതെ വേണ്ടിപ്പം കളിച്ചു നോക്കാം. തോൽക്കാലൊക്കെ കളിയാണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ചെയ്യുക. നമ്മൾ റോഡ് ടു 200 സബ്ബാണ്. 200K അല്ല കേട്ടോ, 200 സബ്ബാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. 100 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ഇടിച്ച് പൊട്ടിക്കുക. സെർട്ടികൾ പിന്നെ കേസിൽ വലിയ കണ്ണൊന്നുമില്ല. അപ്പോൾ നമുക്ക് UMP എടുക്കാം. ഹെഡ് ഷോട്ട് ഓൺലിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എല്ലാ ഗണ്ണുമില്ല, മീറ്റ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് റോക്കറ്റ് ഗണ്ണാണ്, അത് നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഗ്ലൂവാളിട്ട് റഷ് ചെയ്യണോ? റഷ് ചെയ്യാം ഗൈസ്. പിങ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഗ്ലൂവാൾ വരുന്നത്. ഗൈസ് നമ്മൾ ഇപ്പോൾ എല്ലാവരെയും ഗ്ലൂവാളുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത് തുടങ്ങിയോണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ അല്ല. ഇത് വലിയ ഇവൻറ്റിൽ വന്ന ഗ്ലൂവാളാണ് ഗൈസ്. അറിയുന്നവരൊന്ന് താഴെ കമൻറ്റ് പറയുക. ഞാൻ കുറേ കളിച്ചിട്ടാണ് എനിക്ക് വലിയ തലടിച്ച് പൊട്ടിച്ച്. ശ്യാം ഗെയിമിങ് മലയാളിയാണെന്നാണ് ഗൈസ് തോന്നുന്നത്, അറിയില്ല കേട്ടോ. ചിലപ്പോൾ മലയാളിയാവാം. നമുക്ക് അവിടെ പടക്കങ്ങൾ നിർത്താം ഗൈസ്. ചിലപ്പോൾ വർക്കായാലും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ റിപ്പയർ കിറ്റ് പണ്ടേ കുറേ വാങ്ങണം, അതിൻ്റെ ഒരു ശീലം ഗൈസ്. നമുക്ക് കളിച്ചു നോക്കാം. ഞാനധികം ടോപ്പപ്പ് ചെയ്യാറില്ല ഗൈസ്. ഒരൊറ്റ ഗോൾ, അത് ചെറിയ പൈസ നമ്മൾ തന്നെ കൂട്ടി വെച്ച് അങ്ങനെ ടോപ്പപ്പ് ചെയ്താണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. മിനിമം 100K എങ്കിലും 2K എങ്കിലും അടിക്കണം യൂട്യൂബിൽ നിന്ന് പ്രോഫിറ്റ് ഇടണമെങ്കിൽ ഗൈസ്. അല്ലാണ്ട് ഒന്നും കിട്ടില്ല. ഗൈസ് നമ്മൾ അടിച്ച് കൂട്ടിച്ചിട്ടുണ്ട് ഗൈസ്. റിമോട്ടൊന്നും ഇടാൻ നിൽക്കണ്ട. റിമോട്ട് ഇട്ടിട്ട് അവന് ഈഗോ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ എന്തായാലും ഈ കളി കൊടുക്കും ഗൈസ്. ഭയങ്കര പിങ്ങുണ്ട് ഗൈസ്, ഉണ്ടല്ലേ? ഭയങ്കര പിങ്ങാണ്. അതൊന്നും നമുക്ക് വിഷയമല്ല, നമ്മൾ കളിക്കും. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ മാത്രമല്ല, നമ്മൾ വേറെ ഗെയിം കളിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഗെയിം സജസ്റ്റ് ചെയ്യുക. പിന്നെ PC അല്ല, മൊബൈൽ പ്ലെയറാണ്. അപ്പോൾ മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഗെയിം, നല്ല ഗെയിം സജസ്റ്റ് ചെയ്യാൻ നമുക്ക് കളിച്ച് നോക്കാം. കാർ ഗെയിംസൊക്കെ കളിക്കും ഗൈസ്. പിന്നെ PUBG കളിക്കും, അതിൻ്റെ വീഡിയോസ് വരും. പക്ഷെ PUBG നെറ്റ് വെച്ചിട്ട് കളിച്ചാൽ കണ്ടോ ഗൈസ്, ഗ്ലൂവാളൊന്നും വീഴുന്നില്ല ഗൈസ്. പിങ് അവൻ വരുന്ന നേരത്ത് പിങ് അടിക്കാണ്ടിരുന്നു മതിയായിരുന്നു. ഭയങ്കര പ്രോ ആണ് ഗൈസ്. ഗൈസ് അവനപ്പോൾ നമ്മുടെ ഇവിടെ സ്പോട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ കാണാൻ ഹാക്കറാണെന്ന് തോന്നുന്നത് ഞാൻ. അല്ല ഗൈസ്, ഹാക്കറല്ല, നമുക്ക് പിങ് അടിച്ചതാണ്. എല്ലാത്ത പിങ്ങാണ് ഗൈസ്, എന്ത് ചെയ്യാനോ. ഗൈസ് കുറച്ച് കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
എനിക്ക് വേറൊന്നും പറയാനറിയില്ല. അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ വോയിസ് ഇട്ട് വീഡിയോ ഇടാറില്ല. സജഷൻ സജഷൻ ചെയ്തൊക്കെയാണ്. കൂട്ടുകാരിലല്ല ഗൈസ്, ആക്ച്വലി പാരൻസിൻ്റെ സപ്പോർട്ടോടാണ് വീഡിയോ ഇടുന്നതൊക്കെ. ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ഡിവൈസ് മാറ്റാം. പഴയ ഡിവൈസ് ഒന്നും ഗൈസ്, ഈ അടുത്ത് നമ്മൾ ടാബ്ലറ്റിലാണ് കളിക്കുന്നത്. ലെനോവോ ടാബ് M11. നിങ്ങളുടെ അടുത്ത് ആരുടെയും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗൈസ് എൻ്റെ ഗ്ലൂ ആൾ ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ അവനവിടെ കാണാനില്ല. ഗൈസ് ഞാൻ ചത്തു. ഭയങ്കര പിങ്ങാണ് ഗൈസ്, ഭയങ്കര പിങ്ങെന്ന് വെച്ചാൽ ഭയങ്കര പിങ്ങ. ഗൈസ് ഭയങ്കര ഗൈസ് പോകുന്നില്ല, ചത്തിട്ടുണ്ടാവും മിക്കവാറും. ഐ തിങ്ക് ഗൈസ് ഞാൻ ചത്തു, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ചത്തില്ല. ഒരുപാടൊന്നും ഒഴിഞ്ഞില്ല കേസ്. ഒരുപാട് എടുക്കാണ്ടിരിക്കും. ഇപ്പം ചാണ്ടിരുന്നാലും ഒരു ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഗൈസ് ലക്കാണ് കേട്ടതൊക്കെ. ലക്കെന്ന് വെച്ചാൽ അൾട്രാലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു പുള്ളി ഞെട്ടില്ല. 600 വരെ പോയി. പിന്നെ അപ്പം അടിച്ചട്ടിയത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അങ്ങനെയാണ്. പക്ഷെ അവനിപ്പോൾ എന്നെ എങ്ങനെ കാണുക, ഞാൻ അങ്ങനെ കട്ടായി പോകും. റിപ്പോർട്ട് അടിക്കേണ്ടിരുന്നാൽ മതി. അത് ഹാക്കറാണ് വിചാരിച്ചിട്ട്. ദാറ്റ്സ് പ്രോബ്ലം. അപ്പോൾ ഗൈസ് സ്കൂളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇനി എന്നോടാൻ ശ്രമിക്കാം. പറ്റുമെന്ന് അറിയില്ല. അവനെ കാണാനില്ല ഗൈസ്. നമ്മൾ അവനെ കാണാനില്ല ഗൈസ്. സാധാരണ നെറ്റ് പോയാൽ അവൻ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അവനെ സ്പോട്ട് ചെയ്തു. ഹെഡ് അടിച്ചിട്ടുണ്ട്. അവൻ ചത്തു. ഐ തിങ്ക് ഹി ഡൈഡ്. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല ഗൈസ്. എനിക്ക് പിഞ്ഞില്ലതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ടായി പോകും. അതുകൊണ്ട് എനിക്ക് തന്നെ അടിക്കാൻ കുറച്ചുകൂടി ടഫായിരിക്കും. അതാണ് ഗൈസ് പ്രശ്നം. തന്നെ എൻ്റെ 13 ഗൈസ്. ഇത്രയും പിങ്ങിലുള്ള പ്ലെയറിനെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. നമ്മളൊരു പുതിയ ഫോൺ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എടുക്കും. അപ്പോൾ ഗെയിം പ്ലേ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഇത് ടാബ് ആയതുകൊണ്ട് നമുക്ക് സിമ്മും ഇല്ല ഗൈസ്. സിം ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ നെറ്റും ഇല്ല. ഡാറ്റ വെച്ച് കളിക്കാനും. ഇത് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് ആകാൻ പറ്റില്ല. ഗൈസ് നമ്മളതിൻ്റെ ഹെഡ് കൊടുക്കാൻ ശ്രമിക്കാം. കുത്തിപ്പിടിക്കുകയാണ് ഗൈസ്. ഞാൻ വെറും കുത്തിപ്പിടിക്കും ഗൈസ്. ഫുള്ള് ഗ്ലൂ ആയിട്ട് തകർത്ത് ഒരു കുത്തി വോയിസ് കൊടുത്തോൻ ചത്തിരുന്നു. ഐ തിങ്ക് ഇത്രേ ഉള്ളൂ. അവൻ ശരിക്കും നല്ലോണം കളിക്കുന്നുണ്ട്. നമുക്ക് കാണാത്തതാണ് പ്രശ്നം. നമുക്ക് നോക്കാം. നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും ഞാൻ നെറ്റ് ശരിയാക്കാം. ഇതെന്താ പ്രശ്നം കഴിച്ച് ഇന്നാണ് തീർന്നത് നെറ്റ്. അപ്പം ഇന്ന് റീചാർജ് ചെയ്ത ദിവസം ചെറിയ പ്രോബ്ലം ഉണ്ടാവും. അതാണിത്. അല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മൾ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, അവൻ നല്ല കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നെറ്റ്വർക്ക് കാരണം കൊണ്ട് നമ്മളവരെ പോയി. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും. ഭയങ്കര ഞാൻ ഇവിടെ തന്നെ റെസ്പോൺ
നമ്മളവനെ അവൻ തന്നെ ഓടുന്നു ഗൈസ്. അവൻ ഓടുകയാണ്. ഹാക്കറാണ്. കാരണം നെറ്റില്ല. അവനെ കൊല്ലാൻ ചാൻസ് 100% ആയി. ചെറിയ നെറ്റ് വന്നിട്ട് നെറ്റിൽ കിട്ടുവാനെ കിട്ടുമോ? അവൻ ചത്തില്ല. അവൻ അടിച്ചു കേസ്. അവനോട് അടിയാണ്. ഞാൻ ഈ കളി നിർത്തുമ്പോൾ ബാക്ക് അടിക്കാൻ പറ്റില്ല. എൻ്റെ ഫോണോട് സ്കോർ കുറയും. നമുക്ക് നിർത്താം. ഇതൊരു സുഖമല്ല ഗൈസ്. അവ എല്ലാവർക്കും വീഡിയോ കൊണ്ടതിന് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ആരും മറക്കരുത് ഗൈസ്. ഞാൻ വീഡിയോ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ നെറ്റ് ഉണ്ട് ഗൈസ്, അപ്പം നിർത്തുന്നില്ല. സോറി ഫോർ ദി എൻഡിങ് ഇൻട്രൊഡക്ഷൻ. ഗൈസ് നമ്മൾ കളിക്കാണ് വരുന്നത്. കാരണം നിർത്തുകയെന്ന് പറഞ്ഞപ്പോൾ നെറ്റ് വന്ന സ്പീഡൊക്കെ ഗൈസ് നിർത്താന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. വീഡിയോ എടുക്കുന്നതാണോ പ്രശ്നം? അവനെ സ്പോട്ട് ചെയ്ത് ഗൈസ്. സ്പോട്ട് ചെയ്ത് നമ്മളൊരു ഡെസേർട്ട് ഈഗിളാണ്. ഡെസേർട്ട് ഈഗിൾ വെച്ചൊരു 1 ടാപ്പ് പ്രതീക്ഷിക്കും. Headshot with emote. Guys, ഇനിയും ചത്ത് കേസ്. അവൻ ഈഗോ കോമ്പറ്റ്സ് നമുക്കൊരു ഗണ്ണ് ട്രൈ ചെയ്യണം. വേറെ ഏത് ഗണ്ണ് എടുക്കും കേസ്? വേറെ 1 ടാപ്പ് ഗണ്ണൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ഇനിയൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ശ്രമിക്കാം. നല്ല 1 ടാപ്പ് ഗണ്ണ്. ഞാൻ എല്ലാ ഓൾ ഗണ്ണ് ചെയ്തില്ല. അങ്ങനെ കളിച്ച് നോക്കാം. ഇനി 2 റൗണ്ടും കൂടി ഉണ്ട് ഗൈസ്. ഈ റൗണ്ടും കൂടി ചേർത്ത് ഇനി 2 റൗണ്ട് ജയിക്കും. എന്നാണ് പ്രതീക്ഷ. നേരെ പൈസ പൈസ കൊണ്ട് ഡെസേർട്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചാർജ് ആരാണ് കേസ്? നിങ്ങൾക്ക് അക്ഷയക്കെതിന് അറിയെങ്കിൽ പറയുക. നമ്മളൊക്കെ അവരുടെ വീഡിയോ ഇട്ടിട്ടാണ് കേസ് ഫ്രീ ഫയറിൽ വീഡിയോസ് ഇടാനും ഒക്കെ തുടങ്ങിയത്. എന്തൊരു 1 ടാപ്പ് അടിക്കാൻ നോക്കി പറ്റില്ല. ജസ്റ്റ് ട്രൈ. ഇത് വർക്കാവണം. സൗണ്ടുള്ളിൽ കയറി അടിച്ചത്. അങ്ങനെ ഈഗോ അടിച്ച് ഗൈസ്. അതാണ് അവന് വിട്ടുതരാത്തത്. നമ്മൾ ഗൈസ് വിട്ടു കൊടുക്കില്ല. പ്രോ ആണ് ഗൈസ്. പിറോ ഗൈസ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എനിക്ക് ഭയങ്കര വ്യൂസ് ഒന്നുമില്ല ഗൈസ്. ഷോർട്സിനാണ് പിന്നെ വ്യൂസ് ഉണ്ടായിരുന്നത്. ഇപ്പം അതുമില്ല. ഷോർട്സിന് ആദ്യമൊക്കെ ഇടുമ്പോൾ 1K 2K ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തീരെ വ്യൂസ് ഇല്ല ഗൈസ്. നമുക്ക് സെറ്റാക്കാം.
ഗൈസ് അവൻ എടുത്ത് ഗൈസ് കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അവൻ വൺ ടാപ്പ് എടുക്കുന്നതുകൊണ്ട് അവനും ഇതാക്കാൻ വേണ്ടി ഞാനും He's cheating on me. That's weird. It's very weird. First doom. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാ അച്ഛന്മാർക്കും ബൈ.